നമസ്കാരം. ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും ആശംസകളും അനുമോദനങ്ങളും എല്ലാവർക്കും നേരുന്നു. ബഹുമാന്യരെ, ട്രാക്കോ കേബിളിലെ ഒരു തൊഴിലാളി ആത്മഹത്യ, അതിന് ശമ്പളം കിട്ടുന്നില്ല എന്ന പരാതിയുടെയും പരിഭവത്തിൻ്റെയൊക്കെ പേരിൽ ഒരു വശത്ത് മോഡിജി രാജ്യം ലോകത്ത് 1-ാം സ്ഥാനത്താക്കാൻ നോക്കുന്നു, മറുവശത്ത് പിണറായി സഖാവ് കേരളത്തെ സ്വർഗമാക്കുന്നു. എന്നിട്ട് എന്തേ ഈ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുന്നു? അടിസ്ഥാനപരമായി മോഡി സർക്കാരിനും പിണറായി സർക്കാരിനും ചില അപാകതകളുണ്ടെന്ന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ലോകത്ത് 1-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തെയോ സാമ്പത്തിക ശേഷിയാക്കുമെന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമില്ല. പിന്നെ ആകെ കൂടി കൊട്ടിഘോഷിക്കുന്നത് കുറച്ച് റോഡുകൾ നല്ലത് തന്നെ, തെറ്റൊന്നുമില്ല. അതിനെല്ലാവരും പറയുന്നത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് ആയിരക്കണക്കിന് കണ്ടയിൽ ലോറികൾ പോകുന്നുണ്ട് വടക്കോട്ട്. അപ്പോൾ അതിനൊക്കെ റോഡ് നന്നായില്ലെങ്കിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് കൂടി എന്ന് പറയുന്നുണ്ട്. എന്തോകട്ടെ, റോഡ് വരട്ടെ, നല്ലത് തന്നെ. ഒരു കാലത്ത് TH മുസ്തഫ സാഹിബ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കുന്നത്താട് നിയോജകമണ്ഡലത്തിലെ MLA ആയിരുന്നു. ശക്തനായ നേതാവാണ് കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറയണ്ട, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ടാർ ചെയ്തിട്ട റോഡും ഇല്ലെന്ന്. അപ്പോൾ ഏതോ കുബുദ്ധികൾ പറഞ്ഞറിയോ, അത്രയും കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ പോലെ മോഡി ഗവൺമെൻറ്റിനെയും പിണറായി സർക്കാരിനെ എതിർക്കുമ്പോൾ വഴി അങ്ങനെ ചിന്തിക്കുകയും ചെയ്യാം. ഏതായാലും കാര്യങ്ങളുടെ വസ്തുത ജനങ്ങൾ അറിയട്ടെ. മറ്റൊന്ന്, ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവും സംസ്ഥാന പ്രസിഡന്റുമായ തങ്ങൾ റോമിലെത്തുകയും മാർപ്പാപ്പയായിട്ട് സംസാരിക്കുകയും ആ പരിപാടിയിൽ വിജയകരമായി പങ്കെടുക്കുകയും ചെയ്ത തങ്ങൾക്കും തങ്ങളുടെ പാർട്ടിക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിച്ചു. അതേ സ്ഥാനത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടിയാണ്, അവർ വിമർശിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, വിമർശിക്കാം, തെറ്റില്ല വിമർശിക്കുന്നത്. പക്ഷേ ഇത്രയും വിലയില്ലാത്ത പിണറായി സഖാവ് എന്താണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പ്രസിഡന്റിൻ്റെ പേരെടുത്ത് വെച്ച് വിമർശിച്ചത്? അതിനൊരു കാരണമുണ്ട്. ഒന്ന്, സഭയും സഭാ നേതൃത്വ ചിലരും മുസ്ലിം സമുദായത്തിനെതിരെയായി. SNDP അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും ഒരു പരിധിവരെ സമുദായത്തിന് എതിരായി. അതുകൊണ്ടൊക്കെ കൂടിയാണ് അല്ലെങ്കിൽ ആയിരിക്കും പിണറായി സഖാവിനെ പോലുള്ളവർക്ക് തങ്ങളെ പരസ്യ വിമർശിക്കാനുള്ള ധൈര്യം കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ഥിതി പൊതുവെയും കേരളത്തിലെ സ്ഥിതി പ്രത്യേകിച്ചും കലുഷിതമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ. അതിന് മുസ്ലിം സമുദായം സംഘപരിവാറിനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയൊന്നും കുറ്റമിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സഭയാ നേതൃത്വം കുറ്റമിട്ട് കാര്യമില്ല. 1400 വർഷം മുൻപ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവസാന നാളാകുമ്പോൾ ഈ സമുദായത്തിന് ശക്തമായ എതിർപ്പുകളും ന്യായമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും സമാധാനം അല്ലെങ്കിൽ ഉത്തരം പറയേണ്ട ബാധ്യത പോലും എത്തുന്ന സമയം വരും. അങ്ങനെ വരുമ്പോൾ അതിനൊരു നിമിത്തം വേണം, അല്ലെങ്കിൽ അതിനൊരു ഒരു ശക്തിയുള്ളൂ. ആ ശക്തിയാണ് ഇവിടെ സംഘപരിവാറും ഇപ്പോൾ വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ നമ്മുടെ സഭയൊക്കെ. അല്ല, സഭയൊന്നും കുറ്റമിട്ട് കാര്യമില്ല, അങ്ങനെ വന്നേ തീരൂ അങ്ങനെ വരികയും ചെയ്യും. അതാണ്. അപ്പോൾ മുസ്ലിം സമുദായം കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. മറ്റൊന്ന്, പല പ്രാവശ്യം പറഞ്ഞതാണ്, വീണ്ടും പറയേണ്ടി വരുന്നത്. കാരണം ഇപ്പോൾ അഖിലേഷ് യാദവാണ് ഇന്ത്യ മുന്നണിയുടെ
ഖാർഗെയും രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലും അവരെക്കാൾ കുറച്ചുകൂടി ജനകീയ നേതാവ് എന്ന് പറയുന്നത് മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവാണ്. ഒരു പരിധി ശരിയാണ്. എന്നിട്ട് എന്ത് അഖിലേഷ് ജി, നിങ്ങൾക്ക് പോലും ഇത് മനസ്സിലായില്ലല്ലോ? ഏതാണ് 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് മുസ്ലിം ലീഗിൻ്റെ തണലിൽ പാർലമെൻറ്റിലേക്ക് എത്തേണ്ട ഗതികേടിൽ വന്നപ്പോൾ നിങ്ങൾക്കെങ്കിലും പറയാമായിരുന്നല്ലോ, രാഹുൽജി അത് ശരിയല്ല, അല്ലെങ്കിൽ ഖാർഗെജി ശരിയല്ല, നിങ്ങൾ ആത്മഹത്യ തുല്യമാണ് അങ്ങനെ ചെയ്യുന്നത്. പറയാൻ പറ്റിയില്ല, മനസ്സിലായില്ല എന്ന് മാത്രമല്ല, അഖിലേഷ് യാദവിന് പോലും, ആ മണ്ടന് പോലും ഇത് മനസ്സിലായിട്ടില്ല. ഇനി അതിലേക്ക് വലിയ നേതാവ് ഇന്ന് ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് ആരോ ഉള്ളത്? അഖിലേഷിനേക്കാൾ വലിയ നേതാവ് മായാവതി ഉണ്ടാകുന്നു. ആ മോള്, ഞാൻ പറയുന്നില്ല, ആ മോള് തെറ്റിപ്പോയി, മറ്റു പലരും തെറ്റിപ്പോയി, BJP-യിലേക്ക് പോയി. ഇനി പോകാൻ നിൽക്കുന്ന ഒരിക്കലും BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കുന്ന 2 പേര് മുലായം സിംഗിൻ്റെ പാർട്ടി BJP ആയിട്ട് UP സഖ്യം ഉണ്ടാക്കിയില്ലെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ലാൽ പ്രസാദിനെ പോലെ 2 യദുകുല നേതാക്കന്മാരാണ്. ലാലുവിൻ്റെ കാലം കൂടെ അസ്തമിക്കാറായി, ടയേർഡായി. മകൻ മന്ദബുദ്ധിയാണ്. മന്ദബുദ്ധി അല്ലെങ്കിൽ 100 സീറ്റ് കോൺഗ്രസ്, ഒരു പട്ടപൂജ കോൺഗ്രസ് 100 സീറ്റ് കൊടുക്കും. സ്നേഹം വേറെ, പാർട്ടി വേറെ, രാഷ്ട്രീയം വേറെ. പ്രിയങ്കയുടെ രാഹുലിനൊക്കെ സ്നേഹം ഉണ്ടാവും, എനിക്കുണ്ട് സ്നേഹം. അവരെൻ്റെ ശത്രുവൊന്നുമില്ല, അവരുടെ ശത്രു ഞാനുമല്ല. പക്ഷേ രാജ്യനന്മ വെച്ച് നോക്കുമ്പോൾ അത് ചിന്തിക്കണ്ടേ. 100 സീറ്റ് കൊടുക്കാവോ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ രാഹുൽജി? 100 സീറ്റ് നിങ്ങൾ ഇപ്പോൾ എടുക്കല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 50 സീറ്റിൽ മത്സരിക്കുക, അല്ലെ 60 സീറ്റിൽ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ട് 30 സീറ്റ് കിട്ടുകയാണെങ്കിൽ ബാക്കി എത്ര 40 സീറ്റോടെ ലാലുവിൻ്റെ പാർട്ടി കിട്ടുമോ? ഭരണം നിലനിർത്തായത് ഇന്നും അത് ചെയ്തില്ല. അപ്പോൾ മണ്ടനായതുകൊണ്ടാണ്, കഴിവില്ല, വലിയ പാട്ടുകാരില്ല. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ അഖിലേഷ് യാദവാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷത്തെയും ഇപ്പോൾ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ കഴിവുണ്ട്, അല്പം ജനസ്വാധീനമുള്ള നേതാവ് എങ്കിൽ എന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. ആ നേതാവ് ഈ പ്രിയങ്കയോടോ രാഹുലിനോടോ ഖാർഗെകൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? എന്താ ഖാർഗെജി, എന്താ രാഹുൽജി, എന്താ പ്രിയങ്കജി, നിങ്ങൾ കാണിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് വെട്ടതുപോലെ വിത്ത് കുത്തി കഞ്ഞി കുടിക്കുമെന്ന് പറയും. ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട്. നമ്മൾ നാളെ കൃഷി ചെയ്ത് ഉൽപ്പന്നം കൂട്ടാനുള്ള സ്ഥലത്ത് അതിനുവേണ്ടി സൂക്ഷിച്ച് വെച്ച് വിത്ത് എടുത്ത് അവിടെ വറുത്ത് കുത്തി അരി വച്ച് നമ്മൾ തിന്നാൽ എങ്ങനെ ഇരിക്കും? തൊട്ടുപോകില്ലേ? നശിച്ചു പോകില്ലേ? അതുപോലെ ആയിപ്പോയില്ലേ 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് രാഹുൽജിയും പ്രിയങ്കജിയും ചേച്ചിയും അനിയനും ആങ്ങളും പെങ്ങളും വന്ന് ജയിച്ചു. എന്ത് അർമാദിപ്പിപ്പോഴാണ്, ഇത് സ്വീകരണമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വിത്ത് കുത്തി കഞ്ഞി വെച്ച കൂടിയല്ലേ. ആ ഭാഷ വടക്കേന്ത്യക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അന്നും അറിയുന്ന ഭാഷ. പണ്ടപ്പം ഞാൻ തന്നെ എൻ്റെ ഈ നിരന്തരമായ സംഭാഷണം അഹങ്കാരം തോന്നരുത്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എന്തോ അത് ശരിയെന്ന് അറിയില്ല. അത് ഡൽഹി അറിയുന്ന ഒരു മലയാളി അത് ഹിന്ദി പരിഭാഷ ചെയ്ത് ഖാർഗെക്ക് എത്തിച്ചു പറഞ്ഞ ഞാൻ പറഞ്ഞ അതേ ഭാഷ, അതേ ശൈലി, ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം മിനിയാത്ത യോഗത്തിൽ ഖാർഗെ പറഞ്ഞു. ഒരു കാര്യം എന്താണ്, 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വയനാട്ടിൽ നിന്ന് മത്സരം തെറ്റായിപ്പോയെന്ന് ഇതുവരെ പുള്ളിക്ക് മനസ്സിലായാലും പുള്ളി അത് പറഞ്ഞില്ല. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഞാനല്ല, ഇത് ഞങ്ങളാണ്, നാമാണ്. ഞാനൊരു വ്യക്തി മാത്രമാണ്, എൻ്റെ സംഭാഷണം മാത്രമാണ്. ഇതിൻ്റെ തിസീസൊക്കെ റിപ്പോർട്ടൊക്കെ ഉള്ളത് ഞങ്ങളുടെ ശക്തമായ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് അത്. മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്, പിന്നെ ഫിലോസഫിസ്റ്റുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, അതെല്ലാം ചേർന്ന ഗ്രൂപ്പ്. ഇത് 3 തെറ്റാൻ സാധ്യതയില്ല. അതുപോലെ ഇതാരെങ്കിലും പറയണം, ഈ വിത്ത് കുത്തി കഞ്ഞി വയ്ക്കുന്ന കാര്യം എന്താണ് വടക്കേൻ്റെ ശൈലിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് അറിയില്ല. അത് തുല്യമല്ലേ? ഇതൊക്കെ ചെയ്ത് മുസ്ലിം ലീഗിനെ അവരുടെ കേന്ദ്രത്തിൽ വന്ന് അവർ പാർലമെൻറ്റിൽ ജയിച്ച് അഭിമാനം രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ആത്മാഭിമാനം നിലനിർത്തി. എന്നിട്ട് ജയിച്ചു വന്ന് സ്വീകരണത്തിൽ ലീഗിന് വിളിച്ചില്ലാതെ പരാതിയുണ്ട്. വയനാട്ടിൽ വന്ന് ആംഗ്ലയും പെങ്ങളും വന്ന്, മുൻ MP എന്ന നിലയിലും ഇപ്പോഴത്തെ MP എന്ന നിലയിലും ആംഗ്ലയും പെങ്ങളും വന്ന് പ്രചരണം നടത്തി കൽപ്പറ്റയൊക്കെ. അവിടെ എന്ത് ചെയ്ത്? അവിടെ എന്താ ചെയ്ത്? മുസ്ലിം ലീഗ് വിളിച്ചില്ല. മറിച്ച് ഒരു ചാനലുണ്ട്, ആ ചാനൽ
307 പിന്നെ സരസ്വനാട്ടം എന്ന് വെച്ചാൽ ആ ചാനൽ കാണിച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ക്രിസ്ത്യൻ ചർച്ചിൽ പോയി പ്രാർത്ഥന ചെയ്യുന്നു, പൂജിക്കുക ഒക്കെ ചെയ്യുന്നതാണ്. അതൊക്കെ നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അത് ഒരു പ്രാവശ്യമാണ് നമ്മൾ കാണിക്കുന്നതിൽ സംഘപരിവാർ അതെടുത്ത് ലക്ഷം ഇരട്ടിയായിട്ട് എല്ലാവർക്കും പറഞ്ഞത് ഇതാണ് പ്രിയങ്കയുടെ യഥാർത്ഥ സ്വഭാവം. വളരെ വ്യക്തമാണല്ലോ. ഒരു അമ്പലത്തിൽ വന്ന് ഉദ്ഘാടനം വരുമ്പോലെയല്ല പള്ളിയിൽ ചെന്ന് പ്രാർത്ഥന അച്ഛന്മാരുടെ ഇതും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന് തുറന്ന് പറയുന്നൊരു കാര്യമില്ല. 2 സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കുകയാണ്. ഒന്ന്, 100 വർഷത്തെ സമ്മേളനമായിട്ട് 2025 ഹിന്ദു രാഷ്ട്രീയം പ്രഖ്യാപിക്കാനുള്ള സംഘപരിവാറിൻ്റെ തീരുമാനം. മറ്റൊന്ന്, 25 വർഷത്തിനകം ക്രിസ്ത്യൻ രാഷ്ട്രമാക്കി ശ്രമം നടത്തി. അന്ന് സോണിയയുടെ കാലത്ത് പിന്നെ മന്ദബുദ്ധി ഉണ്ടായല്ലോ, പിന്നെ മന്ദബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അത് മനസ്സിലാക്കിയ സംഘപരിവാറാണ് എന്ത് തീരുമാനിച്ചറിയോ? മോഡിക്ക് മോഡി, ബ്രാഹ്മിൻസ് മോഡിക്ക് മോഡി തട്ട്, കോൺഗ്രസ് മാറ്റ്, അങ്ങനെയാണ് മോഡിക്ക് പ്രാധാന്യം കൊടുത്ത് വരുത്തിയൊക്കെ. അപ്പോൾ ക്രിസ്ത്യൻ രാഷ്ട്രമാക്കാൻ അവർ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരു വിഭാഗമുണ്ട്, അതാണ് മുസ്ലിം ജനത. 30 കോടികളുണ്ടെങ്കിലും 20% ഉണ്ടെങ്കിലും പൂജ്യത്തിൽ കഴിയുന്ന ഒരു സമൂഹം, ആ സമുദായത്തെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. ആരാണ് ഉത്തരവാദി? അതെന്താണ് പരിഹാരം? ചിന്തിക്കേണ്ട വിഷയമാണത്. വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. മുസ്ലിം ലീഗ് ചിന്തിക്കണം. നിങ്ങൾക്ക് ചിന്ത ഉണ്ടോ? നിങ്ങൾക്ക് ചിന്ത ഇനി ബാക്കിയുണ്ടോ? കുഞ്ഞാക്ക അന്തോണിയെ നിങ്ങൾ അദ്ദേഹത്തെ വികാരത്തെ മാനിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടി അവിടെ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചില്ലേ? 99% മുസ്ലിങ്ങളുടെ വാർഡിൽ നിന്ന് അന്തോണി നിങ്ങൾ നിരീക്ഷിപ്പെടുത്തു. ഇപ്പം നഗ്നത മറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി, അഭിമാനം നിലനിർത്താൻ വേണ്ടി, ആത്മാഭിമാനം നിലനിർത്താൻ വേണ്ടി രാഹുൽ ജയിപ്പിച്ചെടുത്തു. നിങ്ങൾ വയനാട്ടിൽ കൊണ്ടുവന്ന് രക്ഷ നിങ്ങൾ വേണ്ടിയില്ല. ഓക്കെ പറഞ്ഞു അത് നിങ്ങളുടെ സർവ്വ മിഷനറി ഉപയോഗിച്ചു. ഓക്കെ, ഇപ്പം പ്രിയങ്ക ജയിപ്പിച്ചെടുത്തു, അവിടെ നിങ്ങൾ വിഷു. ഇതൊക്കെ ചെയ്തിട്ടും, നിങ്ങൾ ഇത്രയും അധ്വാനം ചെയ്തിട്ടും, അല്ലെങ്കിൽ സഭാ നേതൃത്വം നിങ്ങൾ പൂവിട്ട് പൂയിച്ചിട്ടും ഈ സഭയിൽ നിന്നോ പ്രിയങ്കയിൽ നിന്നോ രാഹുലിൽ നിന്നോ നിങ്ങൾക്ക് എന്താണ് അംഗീകാരം കിട്ടുന്നത്? ചിന്തിക്കേണ്ട പോയിന്റാണ്. ചത്ത കുതിര എന്ന് നെഹ്റു പറഞ്ഞിട്ട് അധികം കാലമൊന്നുമായില്ല. അതിനുശേഷം മുസ്ലിം ലീഗിനെ ഒരു ഉളുമ്പ് എന്ന് പറഞ്ഞ ഒരു മോശം അഭിപ്രായം അത് കളഞ്ഞത് 2 കാര്യമാണ്. ഒന്ന്, CH മുഹമ്മദ് സാഹിബ് ഒന്ന് ചാർജ് എടുത്തു. രണ്ടാമത് 67 EMS മന്ത്രിസഭയിൽ നിങ്ങൾ മുന്നണിയിൽ ചേർത്തു, നിങ്ങളുടെ മന്ത്രിസഭയിൽ ചേർത്തു. ആ 2 കാരണം കൊണ്ടാണ് നിങ്ങളുടെ ഐബ് അല്ലെങ്കിൽ ഉളുമ്പ് അല്ലെങ്കിൽ ഒരു മോശം മുസ്ലിം ലീഗ് എന്നൊരു മോശം മാർക്കിട്ടത്. എന്നിട്ട് നിങ്ങളിപ്പോൾ സർവ്വതും മറന്ന് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കോൺഗ്രസ് തരുന്നത്? 10-28 സംസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ 10-30-31 മൊത്തം ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പിന്നെ സംസ്ഥാനത്ത് മുസ്ലിം ലീഗുകൾക്ക് ചിന്തിക്കാൻ പറയാണ്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങൾക്കൊരു അംഗീകാരം, നിങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നുണ്ടോ? ഇന്ത്യ ജനസംഖ്യ 2ാം സ്ഥാനമുള്ളതാണല്ലോ. 1ാം സ്ഥാനം ഹിന്ദു സംസാരിച്ചു 10 ബാക്കി 2ാം സ്ഥാനമല്ലേ? നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്ന ആരാണ്? കോൺഗ്രസ് അല്ല, അവിടെ DMK ആണ്. കർണാടകയിൽ 1-2 മുസ്ലിം ഉണ്ടെന്നല്ല, ലീഗിൻ്റെ പേരിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആന്ധ്രയിലെ, മധ്യപ്രദേശിലെ, UP എവിടെയെങ്കിലും ഉണ്ടോ? മുസ്ലിം ലീഗ് ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെയൊക്കെ, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഗ്രസ് എടുക്കണ്ട. ആകെ കൂടി അഹമ്മദ് സാഹിബിനെ കുറച്ച് നാളത്തേക്ക് മന്ത്രിസഭയിൽ എടുത്തു എന്നുള്ള ഒരു ഇതാണ് ചെയ്തത്. ബാക്കി എന്താണ് ഇത് ചെയ്തത്? കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിമിൽ കേന്ദ്രമന്ത്രി വയ്ക്കുക. പണ്ട് മന്ത്രിമാരിൽ റഹീം ഉണ്ടായി, VK സൈദു സാഹിബ് ഉണ്ടായി, അങ്ങനെ പലരും ഉണ്ടായിരുന്നല്ലോ. ഈ കോൺഗ്രസ്, ഈ അന്തോണി വന്ന 30 വർഷത്തിനുള്ളിൽ, ഈ മണ്ടൻ ശിരോമണി വന്ന 30 വർഷം സോണിയുടെ തലയിലിരുന്ന് ഭരിച്ചിട്ട് ഒരു മുസ്ലിമൻ നിങ്ങൾക്ക് കോൺഗ്രസിൽ നിന്ന് മന്ത്രി എടുക്കാൻ പറ്റുമോ? ആകെ ഒരു പേരിന് കൊടുത്ത് ഈ അഹമ്മദ് സാഹിബ്. അപ്പോൾ മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ രാഹുലിന് കൊടുത്ത പ്രിയങ്ക കൊടുത്ത് നിങ്ങൾ സർവ്വ കൊടുത്താൽ എന്ത് നിങ്ങളുടെ നേട്ടം കിട്ടും? ഇവിടെ രാഹുലോ പ്രിയങ്ക വന്നാൽ ഇവിടെ സഭ, ക്രിസ്ത്യൻ സമുദായത്തെ സഭക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്യും, മുതലെടുക്കും. നിങ്ങൾക്ക് അവിടെ എന്ത് സാധനം കിട്ടാൻ പോകുന്നു? സംഘപരിവാർ വന്നാലും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എന്തിനാണ്, എന്ത് പ്രതീക്ഷ, ആരെയാണ് നിങ്ങൾ ഇനി ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആരെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നത്?
സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ നീ രാഹുൽ ഗാന്ധിയോ മുസ്ലിം സമുദായത്തിന് വേണ്ടി മുസ്ലിം കൊണ്ട് എവിടെയെങ്കിലും ഒരു വാക്ക് പറയുകയോ ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി തീർച്ചയായിട്ടും. ഇപ്പം പറഞ്ഞത് പ്രിയങ്ക പറഞ്ഞത് മറ്റേ പള്ളിയുടെ കാര്യം, അപ്പം അത് സുപ്രീം കോടതി ഇടപെടുന്നത് ഒരു MP പ്രസ്താവന മാത്രം. അതെന്താ അഡ്വാൻസ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവരവിടെ സ്ഥലത്ത് ചെല്ലണം, പറഞ്ഞത്രയോടെ നിൽക്കണോടെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്നുണ്ട്. അത് ചെയ്തോ? പിന്നെ നിങ്ങൾ ആരെടോ ഇപ്പോൾ ലീഗുകാരെ നിങ്ങൾ ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത്? ഒരു കാര്യം പറയാം, 2026 ഇന്നത്തെ രീതിയിൽ ഈ കോൺഗ്രസും മുസ്ലിം കൂടി ഭരണം കിട്ടുമെന്ന് കേൾക്കണ്ട. ഇവിടെ ആണുങ്ങൾ കൊണ്ടുവരണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനം ഈ സമയത്തോട്ട് ഇതൊക്കെ തീർന്നും. അതിനും അവർ പിണറായിലും മാറിയേക്കാം, LDF ഭരണത്തിലും അല്ല, എല്ലാ സാഹചര്യത്തോട്ടൊക്കെയാണ്. പല പ്രാവശ്യം നിങ്ങൾ ക്ഷണിച്ചു LDFിലേക്ക് നിങ്ങൾ മുസ്ലിം ലീഗിനെ ആത്മാർത്ഥമായിട്ട് ക്ഷണിച്ചാണ്. വാസ്തവത്തിൽ അവരെ കൂടെ നിന്ന് കേരളത്തിൽ അന്തസ്സര ഭരിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ UDFിനെ കൂടെ നിന്ന് കോൺഗ്രസ് ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും പാടുപെട്ട് വളർത്തി ജയിപ്പിച്ചെടുത്തിട്ട് ആ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ലീഗിൻ്റെ ആരും ക്ഷണിച്ചില്ല എന്നുള്ള പരാതിയുടെ ശിരോധിക്കറിയില്ല. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പിന്നെ വഞ്ചന കാണിക്കാനുണ്ടോ? ജയിച്ച് പാർലമെന്റിലേക്ക് പോയി സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ച് നന്ദി പറയാൻ വന്നാണ്. ആദ്യത്തെ വരവാണ്. ആദ്യത്തെ വരവിൽ നിങ്ങൾ സ്വീകരിച്ച് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാടോ ലീഗ് നിങ്ങൾക്ക് UDFിനെ കോൺഗ്രസ് പിന്താങ്ങി മുന്നോട്ട് പോകുന്നു? അപ്പം ചോദിക്കും കോൺഗ്രസ്സിലെ വേറെ വഴിയില്ല. വേറെ വഴി ഉണ്ടാക്കണം. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. എന്താണ് ആവശ്യമാണ് സൃഷ്ടി മാതാവ്? നമുക്കൊരു ആവശ്യം തന്നെ സൃഷ്ടി നടന്നു പോകും. അങ്ങനെ വന്നാണ് ചില സിനിമയിൽ കഥ തന്നു കിട്ടുന്നത്. ഇപ്പോൾ ആദമിൻ്റെ മക്കൾ തമ്മിൽ തല്ലിക്കൊന്നപ്പോൾ കുഴിച്ചിടാൻ വഴിയില്ല. അവർ ചിലവ് ആലോചിച്ചു. അപ്പോഴൊരു കിളി ഒരു കാക്കയെന്നുണ്ട്, കാക്കയൊക്കെ സൗദിയിലുണ്ട് എനിക്കറിയില്ല, ഒരു പക്ഷി എന്ന് വെച്ചോ, ഒരു മറ്റേ പക്ഷിയെ കൊന്നവർക്ക് കാലുകൊണ്ട് മാന്തി കുഴിച്ചിട്ട് അത് കണ്ടാണ് ഈ ശവം കുഴിച്ചിട്ട് ഇതാ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരാവശ്യം തന്നെ അറിയാൻ ചെയ്തു. മറ്റൊരു സംഭവം, ഒരു സിനിമയുടെ കണ്ണൂർ ഡീലക്സ്, അതെന്താ അന്ന് ഡീല് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, കണ്ണൂർ ടു വാണ്ടർ. അവൻ്റെ വരവും പേരും ഒക്കെ ആണ് എന്തൊരു ഗമയെന്നാണ്, പച്ച പെയിൻ്റൊക്കെ അടിച്ച്. അത് ഒരു യാത്ര ചെയ്ത് കൊല്ലത്ത് വന്നപ്പോൾ സൂട്ട് കേസ് മാറി. കൊല്ലത്തിറങ്ങേണ്ട ആൾ കൊല്ലത്തിറങ്ങാതെ ആലപ്പുഴയിൽ വന്നിറങ്ങി സൂട്ട് കേസ് മാറ്റി. അപ്പോൾ പണം എടുത്ത സൂട്ട് കേസ് മാറി, പരാതി വന്ന് ആ ബുദ്ധിമാനെ കണ്ടക്ടറും ഡ്രൈവറും കൂടി വരുമോ ആ വണ്ടി ബോർഡ് മാറി തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ കൈ കാണിച്ച് ആ വണ്ടിയിൽ പിന്നെ അവരെ പിടിച്ചു. അത് സിനിമയാക്കി. അതാണ് പിന്നെ കണ്ണൂർ ഡീലക്സ് കൊണ്ട്. അതാണ് ഒരു കഥാതന്തു എന്ന് പറഞ്ഞാൽ അത് ആവശ്യമായതോടെ. അപ്പോൾ അത് സൃഷ്ടി നടന്നു. അതുപോലെയാണ് ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ വേറെ സംവിധാനം ഉണ്ടാക്കണം. കോൺഗ്രസ് കൊണ്ട് നടക്കൂല ഇനി. അതായത് കോൺഗ്രസും BJPയും ഇല്ലാത്ത ഒരു മുന്നണിയാണ് ഇന്ത്യക്ക് വേണ്ടത്. എന്തൊക്കെ പറഞ്ഞാൽ ഈ സോണിയ കത്തോലിക്ക കോൺഗ്രസ് കൊണ്ടോ രാഹുൽ ഗാന്ധി കൊണ്ടോ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള ഒരിക്കലും വിചാരിക്കണ്ട. നടക്കൂല അത്. കാരണം അവർക്ക് ആ ബുദ്ധിയില്ല, രാഷ്ട്രീയ തന്ത്രമില്ല. അവർ വെച്ചെങ്ങനെ മുന്നിട്ടു. ഇപ്പോഴും മന്ദബുദ്ധിയുടെ സ്വഭാവം രാഹുൽ ഗാന്ധിക്കുള്ളൂ. ആ രൂപം ഭാവം കണ്ടാൽ നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ലോജിക്കൊന്നും കാണുന്നില്ല. അതൊരു ബഹളി പിടിച്ച മട്ട് തന്നെയാണ്. കുറ്റം പറയുന്നതല്ല, അത് നാച്ചുറലാണ്. മനഃശാസ്ത്രം നിങ്ങൾക്കറിയാം. അത് ഇപ്പോഴും തമാശയായിട്ടുള്ളൂ. ഇത്രയും അതിസങ്കീർണമായ 100 വർഷത്തെ സംഘപരിവാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം 2025 നടക്കാൻ പോവാണ്. അത് കണ്ടുകൊണ്ട് കാര്യത്തിൽ വല്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് നിൽക്കുന്നുണ്ടോ? ഗാർഗ് നിൽക്കുന്നുണ്ടോ? ഇതെല്ലാം വന്ന് ഹിന്ദു രാഷ്ട്രീയ പ്രഖ്യാപിക്കും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് മൂട്ടിലെ പൊടിയും തട്ടി അവർക്ക് എല്ലാവരും പിടിച്ച് വരാം. ഇതാ സംഭവിക്കുന്നത്. അവർ അഖിലേഷ് ഉണ്ടാവില്ല, ഒരു രാഹുൽ ഉണ്ടാവില്ല. മുസ്ലിം സമുദായം നിങ്ങൾ വെറുതെ കോപ്പ് കൂട്ടാൻ. നിങ്ങൾക്ക് ഇപ്പോഴും 2 ചോയ്സ്. കേരളത്തിൽ നിങ്ങൾക്ക് ചോയ്സ് ഉള്ളത് LDF തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. ദേശീയ ലെവലിൽ നിങ്ങൾ മുസ്ലിം സമുദായം നിങ്ങൾ BJPയുടെ ധാരണ എത്തുക, സഖ്യം ഉണ്ടാക്കല്ല, ഒരു ധാരണ എത്തുക. ഇതിപ്പോൾ ധാരണ എത്തി. സഭയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ക്രിസ്ത്യൻ സമുദായമല്ല, സമുദായത്തിൻ്റെ സഭാ നേതൃത്വം കൂടി ധാരണ എത്തി. BJPയുടെ ധാരണ എത്തി. വളരെ ഭംഗിയായിട്ട്
നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഏറ്റവും വലിയ അപകടമാണെന്ന് വേറെ, ഇരിക്കുന്ന മുമ്പ് മുറിക്ക് തുല്യമാണെന്ന് വേറെ കാര്യം. അല്ലാതെ എന്ത് ചെയ്യും? ആരെങ്കിലും നമ്മൾ വിശ്വസിക്കണ്ടേ? ഈ സോണിയ കോൺഗ്രസ് കൊണ്ടോ പിന്നെ അതുകൊണ്ടോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടുമെന്നോ സുരക്ഷിത ഉണ്ടാവുന്നോ ഒന്നും വിചാരിക്കണ്ട. അല്ല, കഴിവവർക്കില്ല. അത് മറ്റൊരു അന്തോണിയാണ്. അതുകൊണ്ട് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയില്ല. കാരണം പറഞ്ഞാൽ ഹിന്ദു സമുദായ നേതാക്കൾ പണിയാലൊന്നും ചോദിച്ചു പറയില്ല. ഈ ഉമ്മൻചാണ്ടി പറ്റിട്ടില്ല. ഇനി ഏത് നേതാവ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസ് ഏത് നേതാവാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത്? അവരുടെ വോട്ടും അവർ പണവും കിട്ടി ആളാകുന്നല്ലാതെ ഏത് കോൺഗ്രസ് നേതാവാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി വാദിച്ചിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ മുസ്ലിങ്ങൾ വോട്ടേ വേണ്ടി വാദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? ആ ചമ്പൽ കൊലപാതകം ഉണ്ടായി നമ്മുടെ ആസാമിൽ. ആയിരക്കണക്കിന് മനുഷ്യരെ തല്ലി വെട്ടിക്കൊന്ന സംഭവം. നെല്ലി സംഭവം നെല്ലി സംഭവം. അവിടെ ഇന്ദിരാഗാന്ധി ചെന്നൊരു ദിവസം. പക്ഷെ ഇന്ദിരാഗാന്ധി കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു അനുകമ്പ പ്രതീക്ഷിക്കേണ്ട. അതുള്ളവർ കരുതി കൂടി ചെയ്യുന്നതല്ല, അവർക്ക് ചെയ്യാൻ കഴിവില്ല. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഈ അന്തോണിയോ സഭയോ അല്ലെങ്കിൽ രാഹുലോ പ്രിയങ്കല്ല, നല്ല സവർണ നേതാവ്, അവൻ മുസ്ലിം ആത്മാർത്ഥനും മുസ്ലിം സ്റ്റേഹോൾഡറായിരിക്കണം. അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ല സോണിയ കുടുംബം, സോണിയ എന്ന കത്തോലിക്ക കുടുംബത്തിനും കത്തോലിക്ക കോൺഗ്രസിനും ഒന്നും മുസ്ലിങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉറപ്പ് പറയാം. ആർക്കും സംശയമായിട്ട് ഞാൻ മനഃശാസ്ത്രമായിട്ട് വിലയിരുത്തി കാണിച്ചു തരാം. നടക്കാത്ത കാര്യം. അവർക്ക് പറ്റില്ല അത്. കാരണം അവരെ വിശ്വാസം വെച്ച് നോക്കുമ്പോൾ ന്യൂനപക്ഷ വിശ്വാസമാണ്. ന്യൂനപക്ഷ വിശ്വാസക്കാരന് മറ്റു ന്യൂനപക്ഷം വാദിച്ചാൽ അവൻ്റെ അത് പണ്ട് ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, ഒരു ദളിതാണ് മജിസ്ട്രേറ്റ്. ദളിത് കേസ് വന്ന് ആ സ്ത്രീക്ക് പുള്ളി അനുകൂലമായിട്ട് വിധി വന്നില്ല. എന്നിട്ട് പുള്ളി എന്താ അറിയോ, അപ്പീൽ കോടതി പോകാൻ പുള്ളി ഓർഡർ ഇട്ട്. അപ്പോൾ എന്തെങ്കിലും അതിനുശേഷം ഞങ്ങൾ പറഞ്ഞറിയോ, ഞാനത് പറഞ്ഞാൽ ഞാനതിൻ്റെ വർഗസ്നേഹം കാണിച്ചു തോന്നും. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പീൽ കോടതി പോകുമ്പോൾ ഏതിലെ സവർണായിരിക്കും ജഡ്ജി, അവരവർക്ക് ആ സ്ത്രീക്ക് നീതി കൊടുക്കും എന്ന് പറഞ്ഞ് അത് കഴിവില്ലായ്മ ലക്ഷണം. അത് തന്നെ ആന്റണിക്ക് പറ്റുന്നു, ഇപ്പോൾ രാഹുൽ പറ്റുന്നു, പ്രിയങ്കയ്ക്ക് പറ്റുന്നു. അവർക്കൊന്നും ഒരിക്കലും ഇന്ത്യൻ മുസ്ലിം വാദിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്ക്, ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. വളരെ അപകടത്തിലേക്കാണ്. ആകെ കൂടി ഉണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമിലെ ഈ മലപ്പുറം ശാഖയാണ്. ഇനി ഇന്ത്യയിൽ 600ഓളം പോക്കറ്റുകൾ ഇന്ത്യയിലുണ്ട്, മുസ്ലിം പോക്കറ്റുകൾ. ഈ 600ഓളം പോക്കറ്റിലും ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ ഇന്ത്യ പട്ടാളത്ത് നിർത്തിയിരുന്നു, അനങ്ങാൻ പറ്റാത്തതിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 600 പോക്കറ്റിൽ ഇനിയും പട്ടാളത്ത് നിർത്തി ഭരണകൂടം ഒരു കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ പട്ടാളത്തെ എതിർക്കാൻ ഇന്ത്യയിൽ മുസ്ലിം സാധിക്കില്ലെന്ന് മാത്രമല്ല, സാധിക്കാൻ പാടില്ലല്ലോ. അല്ല, ഈ ലേളയിലൊന്നും മുസ്ലിങ്ങൾ തോറ്റുപോകുന്നില്ല. മുസ്ലിങ്ങൾ തോറ്റുപോകാൻ കാരണം പ്രധാനമായിട്ട് പട്ടാളം പോലീസ് സഹായിച്ചിട്ടാണ്. അല്ലെങ്കിൽ അടി കൊടുക്കാൻ ഇന്ത്യയിൽ ഒരു നടക്കുന്നുണ്ട്, നടക്കൂല, കുഴപ്പമില്ല. പക്ഷെ പട്ടാളം പോലീസ് വരുമ്പോൾ അവിടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് കാണുന്നത് അന്യായമായിട്ട് കേസിൽ കൊടുക്കിയിട്ടിരുന്നത്. ഇതിന് സോണിയാഗാന്ധിക്കോ പ്രിയങ്കയ്ക്കോ രാഹുലിന് പറ്റില്ല പറയുന്നത്. അനുഭവം കൊണ്ടും അല്ലെങ്കിൽ മനഃശാസ്ത്രം വെച്ച് പറയണം. അപ്പോൾ അതുകൊണ്ട് ഭാവി ഒരു സുരക്ഷമായി കാണുന്നില്ല. ഇനി ആകെ ഒരു സുരക്ഷമായിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സംഘപരിവാരമായിട്ട് പറയുമ്പോൾ നിങ്ങൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ വിട്ടുകൊടുക്കാതെ അവസാനം എല്ലാം തീർന്നപ്പോൾ വിട്ടുകൊടുത്തോലെ എല്ലാം തീർന്നു കഴിഞ്ഞ് മുസ്ലിം സമുദായം ഇല്ലാതെ വരുമ്പോൾ പിന്നെ നിങ്ങൾ ചെന്ന് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് കാര്യമില്ല. വെള്ളം ഒഴുകിയതിന് ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ല. ഇപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പടച്ചവനെ അൽഹംദുലില്ലാ, അള്ളാഹു വലിയവനാണല്ലോ, ദൈവം വലിയവനാണല്ലോ. ഞാൻ പറയുന്നതാണ്, തെറ്റോ ശരിയെന്നല്ല. അതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംഘപരിവാറുമായി ഒരു ധാരണ എത്തുന്നതാണ് നല്ലതെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. മനഃശാസ്ത്രം തെറ്റാൻ സാധ്യതയില്ല. ബാക്കി ആരിലൊന്നും പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇനി ഒരു BJP വിരുദ്ധ ഭരണം ഇന്ത്യയിൽ പിടിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ ഇന്നത്തെ നേതാക്കളെ കുറിച്ച് സാധിക്കും. ആ ശിവകുമാരെ പോലുള്ള അന്തസ്സും കഴിവും അടിക്കടി തട പറ്റുന്ന ആൾക്കാർ ഒരു 5-10 അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്ത് പോലും നേതാവുണ്ടെങ്കിൽ ഭരണം പിടിച്ചെടുക്കാം. BJP സംഘപരിവാർ താഴെ ഇറക്കുകയും ചെയ്യാം. പക്ഷെ അതിനെ ഒരു സമ്മതിക്കില്ല. അതാണ് വിഷയം.
സങ്കടം കൊണ്ട് പറയാണ്, പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. കാര്യങ്ങളുടെ പോക്ക് വളരെ അപകടത്തിലാണ്. ഇപ്പോൾ സാമ്പാവും പോലെ അങ്ങനെ പല പല പള്ളികളും അതൊക്കെ അരിഷ്ടതാവസ്ഥ ഉണ്ടാകും. അതിലൊന്നും സഹായിക്കാനൊന്നും പറ്റില്ല. അത് ബുദ്ധിമുട്ടാണ്. ലീഗുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ധരിക്കുന്ന പോലും നല്ല കാര്യങ്ങൾ കോൺഗ്രസിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ പല സംസ്ഥാനം ആകെ കൂടി മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 2 സീറ്റ് ചെയ്തിട്ടുണ്ട്. സമുദായത്തിൽ കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് 2 സീറ്റ് എന്ന് ഒതുക്കിത്തേക്കാൻ നിർത്തിയത്. അപ്പോൾ നിങ്ങൾ എന്താണ്, സഭ ഉൾപ്പെടെയുള്ള എല്ലാവരും ചെന്ന് തൊഴുത് എന്ത് തെറ്റിയാലും വേണ്ടില്ല ഞങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞൊരു കീഴ്പ്പെടലാണ്. നിങ്ങൾ സഭയിലേക്ക് പോയി കീഴ്പ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ, പഞ്ചായത്ത് ഇലക്ഷൻ ഉൾപ്പെടെയാണ്, നിങ്ങൾ ഏത് കാല് പിടിച്ചാൽ സഭയൊന്നും നിങ്ങൾക്ക് കണ്ട് അനുകൂലം നിൽക്കില്ല. ക്രിസ്ത്യൻ സമുദായമല്ലേ ഞാൻ പറഞ്ഞത് സഭ. കാരണം സഭ അത്ര കണ്ട് പലതുകൊണ്ടും ഈ സമുദായമായിട്ട് അകന്നുപോയി അകത്തിക്കളഞ്ഞ സത്യമാണത്, അകത്തിക്കളഞ്ഞത്. അതുകൊണ്ട് പല മുഖങ്ങളും അടുത്ത അസംബ്ലിയിൽ ഈ മുസ്ലിം സമുദായത്തിൽ കാണില്ല. എന്നാൽ കാണാൻ പറ്റുന്ന പല മുഖങ്ങളും മറ്റ് സമുദായങ്ങളിൽ വരികയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കഷ്ടം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്താണ്. നിങ്ങൾ ഒരു കാര്യം നന്ദി. ജയ് ഹിന്ദ്.